ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ച നാടിന്റെ വികസനം കൂടിയാവുന്നത് ശരിയായ സാമൂഹ്യ മാറ്റമാണെങ്കിൽ പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് കിഴക്കൻ മേഖലയിൽ വരുത്തിയത് സമൂല മാറ്റമാണ്. 1947 തുടങ്ങിയ പ്രസ്ഥാനമാണ് പുനലൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇന്ന് 26,000 അംഗങ്ങളും 50 കോടി രൂപ നിക്ഷേപമുള്ള ബാങ്കാക്കി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിന്റെ വളർച്ചയും മാറ്റവും വിളംബരം ചെയ്താണ് സർവീസ് സഹകരണ ബാങ്കുകളുടെ വളർച്ച. കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ ഇത് ശരിയായി നിർവഹിക്കുന്ന പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് സാധാരണക്കാരന്റെ പ്രതീക്ഷയാണ്. നിരവധി സഹകാരികൾ, അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ, സംതൃപ്തിയോടെയുള്ള മടക്കം, അതാണ് ബാങ്കിന്റെ ഉയരം. പ്രധാനമായും നമ്മുടെ 2000-ഓളം വരുന്ന വനിതകൾക്ക് വനിതാ സ്വാശ്രയ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് 25,000 രൂപ വരെ ലോൺ കൊടുത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിനു വേണ്ടി വീട്ടാവശ്യത്തിനായാലും ശരി തന്നെ, അവർക്ക് ചെറുകിട കച്ചവടത്തിനായാലും ശരി തന്നെ, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിന്, ചെറുകിട പച്ചക്കറി തോട്ടങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് എല്ലാം ഉള്ള സഹായ സഹകരണങ്ങളാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ആദ്യം ഒരു ഗ്രൂപ്പിന് 10 പേർക്ക് വെച്ച് 10,000 രൂപ വെച്ച് കൊടുത്തു. അതെല്ലാവരും കൃത്യമായിട്ട് അതെല്ലാം അടച്ചു തീർത്തു. അത് കഴിഞ്ഞ് പിന്നെ 25,000 വെച്ച് കൊടുത്തു. അതും ഞങ്ങൾ ആ പൈസ മേടിച്ച് വാഴക്കൃഷി, ചീനി, പച്ചക്കറികൾ എല്ലാം നട്ടു വളർത്തി. അതിൽ നിന്ന് ഞങ്ങൾക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. സ്വാശ്രയ യൂണിറ്റുകൾ വഴി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ചെറുകിട വ്യവസായങ്ങളും സ്വയം തൊഴിലുകളും ചെയ്ത് ജീവിത നിലവാരം ഉയർത്തിയവർ ഏറെ. പുനലൂർ നഗരസഭയിലെ കക്കോട് വാർഡിലാണ് ഈ പദ്ധതി തുടങ്ങിയത്. അത് വിജയകരമായപ്പോൾ മറ്റു വാർഡുകളിലേക്കും വ്യാപിപ്പിച്ചു. ആ പൈസ എടുത്ത് അവർ പശുവിനെ മേടിച്ച് വളർത്തിയവരുണ്ട്, ആടിനെ മേടിച്ച് വളർത്തിയവരുണ്ട്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ വീടില്ലാതെ എന്തെങ്കിലും ചിലപ്പോൾ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വരെ അത് ഉപകരിച്ചിട്ടുണ്ടെങ്കിലും അവർ ഈ ആദ്യം എടുത്തവരെല്ലാവരും അത് കൃത്യമായിട്ട് അടയ്ക്കുകയും ആ പരസ്പരം, അതായത് ഞാൻ എടുത്താൽ വേറൊരാൾ കൂടെ ഉണ്ടെങ്കിൽ അവരടച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കാണ് അതിൻ്റെ ചുമതല അവരെ കൊണ്ട് അടപ്പിക്കാന്നുള്ളത്. ആ രീതിയിൽ അവരെ ഈ എടുത്ത പൈസ എല്ലാം തീർന്നപ്പോൾ പ്രസിഡന്റ് വീണ്ടും ഇവിടെ നിന്ന് വാർഡിലുള്ളവരെല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ് പൈസ തിരിച്ചടച്ചിട്ടുള്ളവർക്ക് ഇനി 25,000 വെച്ച് കൊടുക്കുമെന്ന്. അതിൽ 25,000 വെച്ച് എടുത്തവരുമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പണവ്യാപാരികൾ പണം കൊടുക്കുകയും അമിത പലിശ ഈടാക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വ്യാപകമായ പരാതിയെ തുടർന്നാണ് ഞങ്ങളിങ്ങനെ ഒരു പദ്ധതി വിഭാവന ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിലെ സാധാരണക്കാരും ഇടത്തരക്കാരുമായ വീട്ടമ്മമാർക്ക് ഈ വള്ളപ്പലിശക്കാരുടെ പിടിയിൽ നിന്നും അവരുടെ ജീവിത ധനവും അവരുടെ സമ്പത്തും അവരുടെ ജീവനോപാധികളും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ഒരു ഭാവനാപൂർണമായ ഒരു പദ്ധതിയാണ് ഞങ്ങൾ നടപ്പാക്കിയത്. അത് ആരംഭിച്ചത് നേരത്തെ പറഞ്ഞ പോലെ 2006-ലാണ്. ഓരോ വാർഡിലും 5-10 പേരടങ്ങുന്ന യൂണിറ്റുകൾ രൂപീകരിച്ച് അവരുടെ ജീവനോപാധികൾ വർദ്ധിപ്പിക്കുക, അതുവഴി അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന സതുദ്ദേശത്തോടുകൂടിയാണ് ഈ വായ്പാ പദ്ധതി തുടങ്ങിയത്. അപ്പോൾ ആദ്യം വളരെ കുറച്ച് യൂണിറ്റുകളെ ഞങ്ങൾ രൂപീകരിച്ചിരുന്നുള്ളൂ. 5-6 യൂണിറ്റുകളാണ് ആദ്യം രൂപീകരിച്ചത്. തുടർന്ന് ഈ യൂണിറ്റുകൾ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും തന്നെയല്ല ആളുകളിൽ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാകുകയും ചെയ്തപ്പോഴും അവർ ഈ വള്ളപ്പലിശക്കാരുടെ പിടിയിൽ നിന്നും പതുക്കെ ഒഴിഞ്ഞു മാറുകയും സർവീസ് സഹകരണ ബാങ്കിനെ കൂടുതലായിട്ട് ആശ്രയിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് ലോൺ എടുക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലാതെ തയ്യൽ ജോലി നടത്തുന്നവരുണ്ട്, പിന്നെ അല്ലാതെ വീട് മെയിൻ്റനൻസിന്, വിവാഹ ആവശ്യത്തിന് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നുമുണ്ട്. ഇപ്പോൾ അവസാനം ലോൺ എടുത്തത് മോളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി. ഞാൻ കോഴിയെ വളർത്തലാണ്. എനിക്ക് കോഴികളെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ വളർത്തി ഞങ്ങൾ മുട്ട വെളിയിൽ കൊടുക്കുന്നില്ല, വീടാന്തരം കൊടുക്കുകയുള്ളൂ. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 100 പേര് യൂണിറ്റ് അംഗങ്ങളായി 15 പേരായിട്ട് തിരിഞ്ഞ് ഓരോരുത്തരും ഓരോ യൂണിറ്റായിട്ട് തിരിഞ്ഞ് തയ്യൽ മെഷീൻ എടുക്കുകയും തുടർന്ന് പ്രവർത്തനം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. തിരിച്ചടവ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് 15 പേര് ഗ്രൂപ്പായിട്ട് ലോൺ എടുത്ത്, ഞങ്ങൾക്ക് സ്വന്തം വസ്തുവില്ല, അങ്ങനെ ഞങ്ങൾ പാട്ടമെടുത്ത് വാഴ, പച്ചക്കറി, പാവല്, പയറ്, വഴുതന ഇങ്ങനെ ഐറ്റങ്ങൾ കൃഷി ചെയ്ത് ഞങ്ങളത് കടലോറും വിൽപ്പനയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ അതിൽ ലോൺ ഗ്രൂപ്പായിട്ട് തന്നെ അടഞ്ഞു പോകുന്നുണ്ട്. പുനലൂർ സഹകരണ ബാങ്കിൽ നിന്നും
10,000 രൂപ വെച്ച് ലോൺ എടുത്ത് 10 പേര് 1 ലക്ഷം രൂപയുടെ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങി. അതിന് ആദ്യമായിട്ട് കുറേ ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ചു. ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കിയത് ഉണ്ണിയപ്പം, നെയ്യപ്പം, അച്ചപ്പം, മിക്സറ്, ചിപ്സ്, ഏത്തയ്ക്ക ചിപ്സ്, ഏതാ അവൈലബിൾ ആയിട്ട് ആ സാധനങ്ങൾ കിട്ടുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഈ ചിപ്സുകളെല്ലാം ഉണ്ടാക്കിയിട്ട് വീടുകളിൽ ആ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ അവിടെ വെച്ചും വിറ്റു, അല്ലാതെ വീടുകളിൽ കൊണ്ടു കടന്ന് വിറ്റ് കടകളിലൊക്കെ കൊടുത്തു. അങ്ങനെ ആദായം ഉണ്ടാക്കി. വ്യക്തിപരമായിട്ടും ഇതുപോലെ ഗ്രൂപ്പ് ചേർന്നുള്ള ലോൺ എടുക്കുന്നത് കൊണ്ടായാലും ഞങ്ങൾക്ക് അത് ഉപകാരമാണ്. കാർഷിക വായ്പകളടക്കം സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ട് സഹായിക്കുന്ന നിരവധി സംരംഭങ്ങൾ ബാങ്കിന്റെ പരിധിയിലുണ്ട്. ബാങ്ക് കൊണ്ട് നിരവധി ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് സ്കീമുകൾ ബാങ്ക് നടപ്പാക്കുന്നു. അത് പ്രധാനമായിട്ട് കാർഷിക മേഖലയിൽ ഇടപെടുന്നുണ്ട്. വനിതാ സ്വാശ്രയ കമ്മിറ്റികൾ രൂപം കൊടുത്തുകൊണ്ട് 2000-ഓളം വനിതകൾക്ക് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും ചെറുകിട കൃഷി വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഡെയിലി പിരിവ്, കച്ചവടക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഡെയിലി പിരിവ് പ്രവർത്തനം നടത്തുന്നുണ്ട്. കാർഷിക വായ്പ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും പുനലൂർ സർവീസ് എന്ന ബാങ്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതു സ്ഥാപനത്തെയും പോലെ പതിഞ്ഞ തുടക്കം, ജീവനക്കാരുടെയും മേധാവികളുടെയും ആത്മാർത്ഥമായ പ്രയത്നം, പൊതുജനത്തിന്റെ സഹകരണം, കാലാനുസൃതമായ മാറ്റങ്ങൾ, പുതിയ സംരംഭങ്ങൾ. പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് വിജയത്തിന്റെ പാതയിലാണ്. പ്രധാനമായും അന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ കാർഷിക ലോണൊന്നും കൊടുക്കുന്നില്ല. ഗവൺമെന്റ് ചില നിർദ്ദേശങ്ങളുടെ ഭാഗമായി നിർത്തിവച്ചിരിക്കുകയാണ്. അന്ന് കാർഷിക ലോൺ കൊടുക്കുന്നുണ്ടായിരുന്നു. വിവിധ ആവശ്യങ്ങൾക്ക് ആളുകളെ സഹായിക്കാനും വേണ്ടി ലോൺ കൊടുക്കുന്നുണ്ട്. വിവാഹാവശ്യത്തിന്, വസ്തു വാങ്ങാന്, പിന്നെ കച്ചവടത്തിന്, അതോടൊപ്പം തന്നെ വീട് മെയിൻ്റനൻസിന്, അങ്ങനെ തുടങ്ങി എല്ലാ ആവശ്യങ്ങൾക്കും. കഴിഞ്ഞ 10 വർഷമായി ബാങ്ക് അംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകുന്നു. അധികം ബാങ്കുകൾക്ക് സാധിക്കാത്ത നേട്ടം. എല്ലാ വർഷവും ബാങ്ക് ലാഭവിഹിതം കൊടുക്കുന്ന പ്രസ്ഥാനമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. കടത്തിണ്ണയിലാണ് തുടങ്ങിയെന്ന് പറയുന്നെങ്കിൽ ഇപ്പം 50 കോടിയുടെ ആസ്തി വരെ ആയിരിക്കുകയാണ്. കച്ചവട ലോൺ കൊടുക്കുന്നുണ്ട്, സ്വർണ്ണപ്പണയത്തിന്മേൽ ലോൺ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൃഷിക്കാർക്ക് ലോൺ കൊടുക്കുന്നുണ്ട്, പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോൺ കൊടുക്കുന്നുണ്ട്, ചിട്ടി ഉണ്ട്, അതുപോലെ ലോക്കൽ സംവിധാനം. എല്ലാ വിജയങ്ങൾക്കും ചുക്കാൻ പിടിച്ച് 15 വർഷമായി തുടരുന്ന പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ. നിലവിൽ 3 ബ്രാഞ്ചുകളാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബാങ്കിന്റെ പരിധി 35 വാർഡിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഈ താലൂക്കുകളിൽ എല്ലാവർക്കും, ഈ മുനിസിപ്പാലിറ്റി താമസക്കാർക്ക്, താലൂക്കിൽ വസ്തുക്കളുള്ള എല്ലാവർക്കും ഇവിടെ ഇടപാട് നടത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ചിട്ടി ജില്ലയിലുള്ള ആർക്കും ചേരാൻ കഴിയും. 5 ലക്ഷം രൂപ വരെയുള്ള ചിട്ടികൾ ഇവിടെ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ കച്ചവട രംഗത്ത് നമുക്കറിയാം, ഇപ്പോൾ ഇലക്ട്രോണിക്സ് രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടില്ല. അതിന്റെ ഭാഗമായി സാധാരണ ലോകത്തുള്ള എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും പാവപ്പെട്ടവന് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ഗൃഹോപകരണ ശാല തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ലോണായി കൊടുക്കുന്നുണ്ട്, റെഡി കാശായി കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ലാഭം വളരെ കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ലാഭം തന്നെ നമ്മൾ എടുക്കുന്നില്ല, വാങ്ങുന്നു. അവിടെ ഇരിക്കുന്ന ജീവനക്കാർക്ക് എന്തെങ്കിലും ഒരു ചെലവിന് വേണ്ടി നമ്മൾ ഒരു നിശ്ചിത തുക ഏർപ്പാടാക്കുന്നു. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ നടപ്പാക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും, ലോകത്തുള്ള മുഴുവൻ ഇലക്ട്രോണിക് സാധനങ്ങളും മിതമായ വിലയിലും തവണ വ്യവസ്ഥ നിലയിലും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൃഹശ്രീ പുനലൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ബാങ്ക് അംഗങ്ങൾക്ക് 25,000 രൂപ വരെയുള്ള ഗൃഹോപകരണങ്ങൾ ലോൺ വ്യവസ്ഥയിൽ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. മറ്റ് താലൂക്കിലെ എല്ലാ ആൾക്കാർക്കും കുറഞ്ഞ നിരക്കിൽ മാക്സിമം 3 മുതൽ 5 വരെ ശതമാനം പ്രോഫിറ്റോടു കൂടിയാണ് ഈ സ്ഥാപനത്തിൽ ഈ ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. സാധാരണക്കാർക്ക് ആൾക്കാർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. ഒരു 2000 അംഗങ്ങളെങ്കിലും ഓരോ വർഷവും ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങി അവരുടെ വീട്ടാവശ്യത്തിന് കൊണ്ടുപോകുന്നുണ്ട്. ബാങ്ക് 3 മുതൽ 5 ശതമാനം വരെ പ്രോഫിറ്റാണ് ഇവിടുന്ന് എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെ വിലക്കുറച്ചാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. നീതി സ്റ്റോറുകൾ 2 പ്രവർത്തിക്കുന്നുണ്ട്.
നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചിരുന്നതിന് ആവശ്യമായ ഇടപെടലാണ് കഴിഞ്ഞ കാലങ്ങളിൽ പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് നടത്തിയിട്ടുള്ളത്. അത് ലാഭത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നീതി സ്റ്റോറിന്റെ പ്രവർത്തനം ഗവൺമെന്റ് നിർത്തി വരികയാണ്. നന്മ സ്റ്റോറുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ റെഡി ക്യാഷ് കൊടുത്താണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങി ജനങ്ങളിലെത്തിക്കുന്നത്. നന്മ സ്റ്റോർ ആകട്ടെ സാധനങ്ങൾ കടം കൊടുത്ത് വിറ്റ് കാശടയ്ക്കുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചത്. സർവീസ് സഹകരണ ബാങ്കുകളാകട്ടെ റെഡി ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങി ആണ് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. ഇതിനകത്ത് സബ്സിഡി സാധനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ ഏരിയയിലുള്ള മൊത്തം ഒരു 9-10 വാർഡ് ഉൾപ്പെടുന്നതാണ് ഈ സ്റ്റോറ്. ഇതിനുള്ള എല്ലാവർക്കും നമ്മുടെ സബ്സിഡി സാധനങ്ങൾ ബാങ്ക് മുഖാന്തരം കൊടുക്കുന്നതാണ്. അത്രയും പേർക്ക് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. സബ്സിഡി സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ നല്ല കച്ചവടമുണ്ട്. ബാങ്കിന് ബെനിഫിറ്റ് എല്ലാവർക്കും കൂടെ ഇത് ജനങ്ങൾക്കും കൂടെ നല്ല രീതിയാവും. കൺസ്യൂമർ ഫെഡാണ് സാധനം സപ്ലൈ ചെയ്യുന്നത്. കുത്തക ബാങ്കുകളും കോർപ്പറേറ്റ് ന്യൂ ജനറേഷൻ ബാങ്കുകളും സഹായം തേടിയെത്തുന്നവരുടെ മുന്നിൽ മുഖം നോക്കി വാതിലടയ്ക്കുന്ന കാലത്താണ് ഗ്രാമീണ ജീവിതങ്ങൾക്ക് കൈത്താങ്ങായി സർവീസ് സഹകരണ ബാങ്കുകൾ നിലകൊള്ളുന്നത്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ചും കൈയയച്ച് വായ്പകൾ നൽകിയും സേവന മികവിന്റെ മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ് പുനലൂർ സർവീസ് സഹകരണ ബാങ്ക്. സഹകരണ വാരാഘോഷം എല്ലാ വർഷവും നവംബർ മാസം 14 മുതൽ 20-ാം തീയതി നടത്താറുണ്ട്. സംസ്ഥാന ലെവലിലും ജില്ലാ ലെവലിലും താലൂക്ക് ലെവലിൽ നടത്തുമ്പോൾ തന്നെ നിക്ഷേപം സ്വീകരിക്കുന്ന പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഒരു മാസക്കാലം ഏറ്റവും കൂടുതൽ നിക്ഷേപം സ്വീകരിക്കുന്നതിനുള്ള അവാർഡ് താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് ലെവലിലും എല്ലാം നമ്മൾ നടത്താറുണ്ട്. താലൂക്ക് തലത്തിൽ നടത്തുന്ന നിക്ഷേപത്തിന് ഏറ്റവും കൂടുതൽ നിക്ഷേപം കളക്ട് ചെയ്യുന്ന ബാങ്ക് എന്ന നിലയിൽ നമുക്ക് ഒട്ടേറെ അംഗീകാരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 10% വരെ ലാഭവിഹിതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വിശ്വാസം നമുക്ക് ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട സൂചന. പത്തനാപുരം താലൂക്കിനും പുറത്തുമുള്ള കർഷകരുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് മണിയാറിൽ പ്രവർത്തിക്കുന്ന വളം ഡിപ്പോ കർഷകന് അവന്റെ ജീവിതം കരുപിടിപ്പിക്കാൻ ഇതൊരു കൈത്താങ്ങു തന്നെയാണ്. നമ്മുടെ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ കട നമ്മുടെ കടയാണ്. പുനലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആയിരുന്നു ഏറ്റവും പണ്ടേ ഉള്ള കട തന്നെയായിരുന്നു. അത് ഞങ്ങൾ ആദ്യം ഇപ്പം ഇങ്ങോട്ട് മാറ്റി ഇപ്പം നമുക്ക് ഒരു വർഷത്തിൽ ഒരു 20 ലക്ഷം രൂപ സെയിൽസ് ഉണ്ട്. ഇതുവരെ ഇപ്പം നമുക്ക് 40 ലക്ഷം രൂപ പുറത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു വർഷം ആകുമ്പോഴത്തേക്ക് 20 ലക്ഷം രൂപയാണ്. ഈ കാലാവസ്ഥയുടെ അനുസരിച്ചാണല്ലോ എല്ലാ ഐറ്റം വളമുണ്ട്. സൊസൈറ്റി വളം മാത്രമേ ഉള്ളൂ. ഇനി വെള്ളി നിങ്ങൾ വളം വാങ്ങിത്തില്ല. കാരണം 4 വാർഡാണ്. 4 വാർഡ്, പിന്നെ അരോള് പഞ്ചായത്ത്, മണലില്, ഏരൂര്, വിളക്കുവാറ, ആയിരനെല്ലൂര്, കൊല്ലൂന്ന് ഇഷ്ടം പോലെ ഉണ്ട്. കേളങ്കാവിൽ നിത്യവും പട്ടണവുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കാത്ത കുറെ അതിസാധാരണക്കാരുണ്ട്. RPL എസ്റ്റേറ്റിലെ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും. അവർക്ക് അവശ്യ സാധനങ്ങൾ മുറ്റത്തെത്തിച്ചു കൊടുക്കാൻ പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ചതാണ് ഈ റേഷൻ റീറ്റെയിൽ ഷോപ്പ്. പുനലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു സ്ഥാപനമാണ് റേഷൻ ഡിപ്പോയും അതോടൊപ്പം തന്നെ അപ്പുറത്ത് കൺസ്യൂമർ വിങ്ങും. ഇത് വേണ്ട 34 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് നേരത്തെ 1976 ഇത് തുടങ്ങുമ്പം ഇവിടുത്തെ ഈ RPL മാനേജർ കുട്ടിക്കമ്മ സാർ എന്ന് പറഞ്ഞ നല്ല മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ഈ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് റേഷൻ വാങ്ങിക്കുന്നതിന് വേണ്ടി 15 കിലോമീറ്റർ ദൂരെ നിന്ന് പോയി വാങ്ങിച്ച് സാധനം തലച്ചുമടായിട്ട് കൊണ്ടുവരുന്നത്. വണ്ടി വാഹനങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ല. അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ പാവപ്പെട്ട തൊഴിലാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് റേഷൻ സംവിധാനം അവർക്കുള്ള അടുത്ത് കിട്ടുന്നതിനും അവർക്ക് ജോലി കഴിഞ്ഞ് ടൗണിലൊക്കെ പോയി സാധനം വാങ്ങിക്കാനൊക്കെ കൊണ്ട് ഒക്കാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ റേഷൻ കട ഇവിടെ സ്ഥാപിതമായത്. ഈ റേഷൻ കട കൊണ്ട് സൊസൈറ്റിക്ക് വലിയ ലാഭമൊന്നുമില്ല. പിന്നൊരു സേവനം മാത്രമാണ് ഇത് നടത്തുന്നത്. ഇവിടെ കണ്ട് ഈ റേഷൻ കടയുടെ പരിധിയിൽ 325 കുടുംബങ്ങളുണ്ട്. അവർക്കുള്ള നിത്യോപ സാധനങ്ങളും റേഷൻ എല്ലാം ശരിയാണ് കൃത്യമായിട്ട് കൊടുക്കുന്നതിൻ്റെ സംവിധാനം കൊണ്ട് ഈ പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഇതിലുള്ള ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പുനലൂരിലെ എല്ലാ വീടുകളുടെയും സാമ്പത്തികപരമായ എല്ലാ സഹായങ്ങളും നിയമപരമായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക്. എല്ലാവരുടെയും ഇടപാട് ഇപ്പം തന്നെ ATM കൗണ്ടർ അടക്കം വെക്കാനുള്ള തീരുമാനം വരികയാണ്. അത് സംസ്ഥാന ഗവൺമെന്റും എല്ലാം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. സഹകരണ മേഖല ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എല്ലാ ബാങ്കുമായി ലിങ്ക് ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ LDFന്റെ കാലത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഗവൺമെന്റ് അതിനൊരു പ്രവർത്തനം നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുകയാണ്. കാരണം സഹകരണ മേഖലയിൽ നിന്ന് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുകയാണ്. ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
പ്രധാന ശാഖയ്ക്ക് പുറമെ ചെമ്മന്തൂരിലും കലയനാടുമായി 2 ശാഖകൾ, 50-ലേറെ ജീവനക്കാർ, 10,000-കണക്കിന് സംതൃപ്തരായ ഇടപാടുകാർ. 63 വർഷം കൊണ്ട് ജനജീവിതത്തിൽ വേരുകളാഴ്ത്തി ഉയർന്നു നിൽക്കുന്ന മഹാപ്രസ്ഥാനം. സാധാരണക്കാരന്റെ ജീവിതവും ഒപ്പം ഉയരങ്ങളിലേക്കു തന്നെ.